ചന്ദ്രലേഖ ഭാഗം 16. അടുക്കളയിൽ ഉച്ചക്കേക്കുള്ള ഊണൊരുക്കുന്ന തിരക്കിലായിരുന്നു മായ. ഉള്ളി അരിയുന്നതിനിടെ കണ്ണെരിഞ്ഞ് അവൾ കണ്ണ് തുടച്ചുകൊണ്ടിരുന്നു. ടോണി അവിടേക്ക് വന്നു. മായേ, നീ ഇവിടെ എന്തെടുക്കുക? അവൾ അവനെ ഒരു നോട്ടം നോക്കി. ഞാനേ ഇവിടെ ഇരുന്ന് ഡാൻസ് കളിക്കുക. എന്താ കൂടുന്നോ? മായ അല്പം ദേഷ്യത്തോട് ചോദിച്ചു. അത് കേട്ട് അവൻ ചിരിച്ചു. ഇപ്പം നിനക്കാണ് നല്ല ചന്തമുണ്ട്. കൊച്ചു പിള്ളേർ വാശി പിടിച്ച് കരയുമ്പോഴുള്ള മുഖം എങ്ങനെയോ അതുപോലെയുണ്ട് ഇത് കാണാൻ. അത് കേട്ട് അവൾക്ക് ചുണ്ടി കയറി. ദേ മനുഷ്യ, എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കണേ. മനുഷ്യൻ ഇവിടെ കണ്ണെരിഞ്ഞിട്ട് നിൽക്കാൻ വയ്യ. അപ്പോഴാണ് ഒരു വാളിച്ച് കോമഡി. കണ്ണെരിയാനും മാത്രം എന്താ? അവൾ കണ്ണു മേടിച്ച് അവനെ നോക്കി. പിന്നെ ഉള്ളി എടുത്ത് അവനെ കാണിച്ചു. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് ഉള്ളി. ഇത് അരിയുമ്പോൾ കണ്ണെരിയും. ഇതൊന്നും പഠിക്കാതെയാണോ നിങ്ങൾ മാഷായത്? കഷ്ടം തന്നെ. അവൾ എഴുന്നേറ്റ് അരിഞ്ഞു വെച്ച പച്ചക്കറിയും എടുത്ത് അടുക്കളയിലേക്ക് നടന്നു. ഓഹോ, അങ്ങനെയാണോ? ഇതെനിക്കൊരു പുതിയ അറിവായിരുന്നു കേട്ടോ. പഠിപ്പിച്ചു തന്നതിന് ഒത്തിരി നന്ദി, ടോണി പറഞ്ഞ് അവളുടെ അരികിലേക്ക് ചെന്നു. അല്ല, എനിക്ക് ഗുരുവിന് സമ്മാനം വേണ്ടേ? മായ പച്ചക്കറി അടുപ്പത്ത് വെച്ച് പാത്രത്തിലേക്ക് ഇട്ട ശേഷം നെറ്റിച്ചുളിച്ച് അവനെ നോക്കി. എന്ത് സമ്മാനം? അതൊക്കെ ഉണ്ട് മോളെ, നീ വന്നേ. അതും പറഞ്ഞ് അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവളെ തന്നോട് ചേർത്ത് നിർത്തി. ആദ്യം അവളൊന്ന് ഞെട്ടി. മാഷേ, എന്താ ഇത്? വീട് ആരെങ്കിലും കാണും. ആര് കാണാൻ? ഇത് നമ്മുടെ വീടല്ലേ, അല്ലെങ്കിൽ കാണാനെന്താ? നീ ഇപ്പം എൻ്റെ ഭാര്യയല്ലേ? അതും പറഞ്ഞ് ടോണി അവളുടെ കവിളിൽ ഉമ്മ വെച്ചു. മായയുടെ മുഖം നാണത്താൽ കുതിർന്നു. കൂമ്പിയ താമരമുട്ട് പോലെ അവളുടെ മുഖം താണു. ടോണ് താടിയിൽ പിടിച്ച് ആ മുഖമുയർത്തി. ഇരുമിഴികളിലും തീവ്രാനുരാഗം അലയടിച്ചു. ടോണി അവളെ തന്നോട് ചേർത്ത് നിറ്റവേ ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് മീനു അവിടേക്ക് കടന്നു വന്നു. ഈ രംഗം കണ്ടതും അവൾ ജാളിതയോടെ മുഖം കുനിച്ചു. ഇരുവരും വേഗം അകന്നു മാറി. ചമ്മലോടെ ടോണി പുറത്തേക്ക് നടന്നു. മീനു കുസൃതിച്ചിരിയോടെ അവളുടെ അരികിലേക്ക് വന്നു. സോറി ചേച്ചി, ഞാൻ ഇടയ്ക്ക് വരെ വന്ന് നിങ്ങളുടെ റൊമാൻസ് കുളമാക്കി അല്ലേ? മീനു ചോദിച്ചു. മായ ഒന്ന് ചമ്മി. അത് കൂടി റൊമാൻസ് പോലും, അതും ഈ പ്രായത്തിൽ. ഈ പ്രായത്തിന് എന്താ കുഴപ്പം ചേച്ചി? പ്രണയത്തിന് പ്രായം ഒരു പ്രശ്നമേ അല്ല. 6-ലും പ്രണയിക്കാം, 60-ലും പ്രണയിക്കാം, മീനു പറഞ്ഞു. മായ ഇതൊന്നും ശ്രദ്ധിക്കാതെ പച്ചക്കറി അരിയുകയായിരുന്നു. അത് കണ്ട് മീനുവിന് ചുണ്ടി കയറി. ചേച്ചി, ഞാൻ പറയുന്ന വല്ലത് കേൾക്കുന്നുണ്ടോ? മീനു, നീ അത് പോയേ. അങ്ങനെ ഞാൻ പോകുന്നില്ല ചേച്ചി, അതൊക്കെ അവിടെ വെച്ചേ. മീനു പച്ചക്കറികളെല്ലാം അവിടെ വെപ്പിച്ചു. എന്താടി ഇത്? ഊണൊക്കെ ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം, ചേച്ചി മാഷിൻ്റെ അടുത്തേക്ക് എന്നേ. മായ കണ്ണു വീഴ്ച അവളെ നോക്കി. എന്തിന്? കൊത്തങ്കല്ല് കളിക്കാൻ. അത് ഞാൻ പറഞ്ഞു തരണമെന്ന് വെച്ചാൽ ഇച്ചിരി കഷ്ടം തന്നെ. ഒന്ന് പോ ചേച്ചി. മീനു മായയെ പിടിച്ച് അടുക്കളയ്ക്ക് പുറത്താക്കി. എടി, ഞാൻ മിണ്ടരുത്. ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇന്നത്തെ ഊണ് എൻ്റെ വകയാണ്. ചേച്ചി ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ ഓടിക്ക് ഞാൻ. പോയേ. മീനു വടിയെടുത്തുകൊണ്ട് പറഞ്ഞു. ഈ പെണ്ണിൻ്റെ ഒരു കാര്യം. അതും പറഞ്ഞ് മായ നടന്നു. മീനു പുഞ്ചിരിയോടെ ജോലിയിലേക്ക് കടന്നു. എന്തുകൊണ്ടോ അവൾക്ക് വല്ലാത്തൊരു സന്തോഷവും ആശ്വാസവും തോന്നി. ഇത്രയും കാലം ചേച്ചിയെക്കുറിച്ച് അവിടുത്തെ സങ്കടം ഇനി പേടിക്കേണ്ട ആവശ്യമില്ല. ചേച്ചിക്ക് താണും തണലുമായി ടോണി മാഷുണ്ടല്ലോ, അത് മതി. തനിക്കെന്തെങ്കിലും പറ്റിയാലും ചേച്ചി തളരില്ല. എന്നും കൂട്ടായി മാഷുണ്ടായാൽ മതി, മീനു സമാധാനത്തോടെ പറഞ്ഞു. മുറിയിൽ വന്ന് ടോണി ഷർട്ട് മാറ്റി ടീഷർട്ട് എടുത്തിട്ടു. മായ മുറിയിലേക്ക് വന്നു. എന്തു പറ്റി? അടുക്കള പണിയാക്കി കഴിഞ്ഞോ? ടോണി ചോദിച്ചു. അവൾ അവനെ നോക്കി. എല്ലാം കുളമാക്കിയില്ലേ? മീനുവിൻ്റെ മുന്നിൽ ഞാൻ നാണം കെട്ടുപോയി. അവൾ പരിഭവത്തോടെ പറഞ്ഞു. നാണം കെടാനും മാത്രം എന്തിരിക്കുന്നു? അവൾക്കറിയാത്തതൊന്നല്ലല്ലോ. കല്യാണം കഴിഞ്ഞ് എല്ലാവരും ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും, അവൻ ചിരിയോടെ പറഞ്ഞു. അവൾ അവനെ ഒരു നോട്ടം നോക്കി. ദേ, നോക്കി പേടിപ്പിക്കല്ലേ. പേടിപ്പിച്ച് എന്ത് ചെയ്യും? അവൻ നടുവിന് കൈയും വെച്ച് അവളെ നോക്കി. പേടിപ്പിച്ചതാ ഇങ്ങനെ. അതും പറഞ്ഞ് അവൻ അവളുടെ കയ്യിൽ പിടിക്കാൻ ഒരുങ്ങിയതും അവൾ ഓടി. ഈ മായ നിൽക്കേ. അവൻ പിന്നാലെ ഓടി. അവൾ കട്ടിലിനപ്പുറത്ത് നിന്ന് ചിരിച്ചുകൊണ്ട് അവനെ നോക്കി. ആഹാ, അത്രക്കായോ? നിന്നെ ഞാൻ. ടോണി കട്ടിലേക്ക് എടുത്ത് ചാടിയത് കട്ടിലൊടിഞ്ഞ് താഴെ വീണു. മായ കണ്ണും വീഴ്ച വാ പൊളിച്ച് നിന്നു. ടോണി ആകെ ചമ്മി. മായ പൊട്ടിച്ചിരിച്ച്. ഡി കെട്ടിയാണ് ഇവിടെ നടുവിൽ തല്ലി വീണ് കിടക്കുന്നവിടെ ചിരിക്കുന്നുണ്ട് രാക്ഷസി. അവൻ ചോദിച്ചു. വേണ്ടാന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ, കേൾക്കാഞ്ഞിട്ടല്ലേ? മായ വന്ന് അവനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എൻ്റെ നട്ടു പൊടിഞ്ഞു. അവൻ നടുവിന് പിടിച്ച് വേദനയോട് പറഞ്ഞു. സാരമില്ല, ഞാൻ പാമ്പ് പുരട്ടിത്തരാം, മായ പറഞ്ഞു. ഹോൾമുറിയിലെ ആട്ടുതൊട്ടിലിൽ ടോണി കിടന്നു. മായ അവന് പാമ്പ് പുരട്ടിക്കൊടുത്തു. ഒന്ന് പതുക്കെ തടവടി, ഞാൻ നിൻ്റെ കെട്ടിയനല്ലേ, ശത്രുവല്ലല്ലോ, ടോണി പറഞ്ഞു. വേളാത്തോണിക്ക് പോകുമ്പോൾ ഓർക്കണം. അവൻ ദേഷ്യത്തോടെ അവളെ തിരിഞ്ഞു നോക്കി.
പൊടി അൺറൊമാൻറ്റിക് മൂരാച്ചി. അവൻ എഴുന്നേറ്റിരുന്ന് ദേഷ്യത്തോടെ മുഖം തിരിച്ച്. മായ അവനെ നോക്കി പതിയെ ചിരിച്ചു. അയ്യോ, എൻ്റെ ടോണിക്കുട്ടി പിണങ്ങിയോ? സാരമില്ല. അതും പറഞ്ഞ് അവൾ അവൻ്റെ കവളിൽ ഒരു ഉമ്മ കൊടുത്തു. ടി കാന്താരി. അവൻ അവളെ പിടിച്ച് തൻ്റെ നെഞ്ചിലേക്ക് ഇട്ടി. അവൾ അവനെ പുണർന്നു. സോറിയുടെ മാഷേ. പോടി കാന്താരി. അവൻ അവളെ പുണർന്നുകൊണ്ട് പറഞ്ഞു. ടോണിയുമായി ഭക്ഷണം കഴിക്കാനായി വന്നിരുന്നു. മീനു എല്ലാവർക്കുള്ള ഭക്ഷണം വിളമ്പി. സാമ്പാറും പച്ചടിയും കിച്ചടിയും ഓലനും പായസമടക്കം ഒരു സദ്യയിലുള്ള എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കിയത് കണ്ട് അവർ അതിശയത്തോടെ മീനുവിനെ നോക്കി. ഇതെന്താ മീനു, ഒരു സദ്യ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, എന്തായിരുന്നു വിശേഷം? ടോണി ചോദിച്ചു. അത് ചുമ്മാ വെറുതെ സദ്യ ഉണ്ടാക്കാൻ തോന്നി ഉണ്ടാക്കി. ഇനി അതിന് കഴിഞ്ഞില്ലെങ്കിലോ? അവൾ അതുമാത്രം ശബ്ദം താഴ്ത്തി പറഞ്ഞു. എന്ത്? ഒന്നുമില്ല. മാഷി തോരൻ കഴിച്ച് നോക്കിയിട്ട് പറഞ്ഞ എങ്ങനെയുണ്ടെന്ന്. പാത്രത്തിലേക്ക് വിളമ്പിക്കൊണ്ട് മീനു പറഞ്ഞു. അവനത് കഴിച്ചു നോക്കി. അസലായിട്ടുണ്ട്. മായയുടെ അതേ കൈപ്പുണ്യം തന്നെ, ടോണി പറഞ്ഞു. മീനു ചിരിച്ചു. ചേച്ചി ഇരിക്കെ, ഞാൻ വിളമ്പിത്തരാം. മീനു മായയെ പിടിച്ചിരുത്തി. വേണ്ട മീനു, വേണം, ഇന്ന് 2 പേർക്കും ഞാൻ വിളമ്പിത്തരാം, അവൾ പറഞ്ഞു. പിന്നെ 2 പേർക്കും ഭക്ഷണം വിളമ്പിക്കൊടുത്തു. മായ സംശയത്തോടെ മീനുവിനെ നോക്കി. ഇവക്കിതെന്തു പറ്റി? പതിവിലേതോ സദ്യ ഉണ്ടാക്കുന്നു, ചിരിക്കുന്നു, അപ്പനെക്കുറിച്ച് സംസാരിക്കുന്നതേയില്ല. ഇവളിനി എന്തെങ്കിലും? അവൾ ഭീതിയോടെ ഓർത്തു. ചേച്ചി എന്താ കഴിക്കാതിരിക്കുന്നത്? കഴിക്ക്. മീനു പറഞ്ഞത് കേട്ട് മായ ചിന്തയിൽ നിന്നുണർന്ന് ഭക്ഷണം കഴിച്ചു. മുറിയിലിരുന്ന് മായ എന്തോ കാര്യമായിട്ട് ആലോചിക്കുന്നത് കണ്ട് ടോണി അവളുടെ അരികിലേക്ക് വന്നു. മായേ, എന്താ നീ ആലോചിക്കുന്നത്? ഒന്നുമില്ല പക്ഷേ. മീനുവിൻ്റെ കാര്യം തന്നെ. അവളുടെ പെരുമാറ്റത്തിലെന്തോ പന്തികേട് തോന്നുന്നു എനിക്ക്. എന്ത്? മാഷ് ശ്രദ്ധിച്ചില്ലേ? അപ്പുവിനെ കാണാനില്ല എന്നറിഞ്ഞതും കരഞ്ഞു നിലവിളിച്ചിരുന്നവൾ. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒന്നും സംഭവിക്കാത്തതുപോലെ അവൾ പെരുമാറാൻ തുടങ്ങിയത്. അപ്പുവിനെക്കുറിച്ച് അവളിപ്പോൾ ഒന്നും പറയാറുമില്ല. ക്ലാസ്സിനെന്ന് പറഞ്ഞ് ഒരു ദിവസമാണ് അവൾ പോയത്. എനിക്ക് എന്താ പോലെ അവൾ എന്തെങ്കിലും മനസ്സിൽ കണക്കൂട്ടി ചെയ്യുന്നതാണോ എന്ന് എനിക്കൊരു പേടി. അവൾ ആവലാതിയോടെ പറഞ്ഞു. നീ വെറുതെ വേണ്ടാത്തതൊന്നും ചിന്തിച്ചു കൂടാതെ. ഓരോന്നോർത്ത് മനസ്സ് വിഷമിക്കാതിരിക്കാനാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. മായയ്ക്ക് എന്നാലും സമാധാനമായില്ല. ടോണി വന്ന് അവളെ ചേർത്ത് പിടിച്ചു. നീ ഇങ്ങനെ വേണ്ടാത്തത് ഓരോന്നോർത്ത് മനസ്സ് വിഷമിപ്പിക്കേണ്ട. അത്ര മെടുക്കനല്ലേ? അവൻ ആരും ഒന്നും ചെയ്യില്ല. ഒരു അപകടവും കൂടാതെ അവൻ തിരിച്ചു വരും. ഒരു കാര്യം അവൾക്കറിയാം, അതാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. മീനു മിടിക്കല്ലേ, അവൾ വേണ്ടാത്തതൊന്നും ചെയ്യില്ല, ടോണി പറഞ്ഞു. മായ അവനെ നോക്കി, പിന്നെ പുഞ്ചിരിച്ചു. എങ്കിലും അവളുടെ മനസ്സിൽ എവിടെയോ ഒരു ഭീതി നിറഞ്ഞു. അത്താഴം കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങാൻ പോയി. മീനു മുറിയിൽ ചെന്നു. കട്ടിൽ കയറി കിടന്നെങ്കിലും അവൾക്ക് ഉറങ്ങാനായില്ല. ആദ്യമായാണ് ഇത്രയും ദൂരെ തനിച്ചൊരു യാത്ര പോകുന്നത്, അതും തികച്ചും അപരിചിതനായ ഒരു വ്യക്തിക്കൊപ്പം. അപ്പുവിൽ നിന്ന് കേട്ട് ലക്ഷദ്വീപിലെ ഓരോ സ്ഥലവും പരിചിതമെങ്കിലും തനിക്ക് അപരിചിതമായ ഒരു സ്ഥലം തന്നെയാണത്. എന്തുവരുമെന്ന് അറിയില്ല, യാത്ര എവിടെ ചെന്ന് അവസാനിക്കുമെന്നും അറിയില്ല. പക്ഷെ മനസ്സ് പിന്മാറാൻ കൂട്ടാക്കുന്നില്ല. ഉള്ളിൽ നിന്നും ആരോ തന്നെ വിളിക്കുന്നത് പോലെ തോന്നി അവൾക്ക്. അത് തൻ്റെ അപ്പൂരനാണെന്ന് അവൾക്ക് തോന്നി. ഇനി പിന്നോട്ടില്ല, മുന്നോട്ട് വെച്ച കാൽ മുന്നോട്ട് തന്നെ. വരുന്നത് വരട്ടെ, എന്ത് നേരിടാൻ ഞാൻ തയ്യാറാണ്. ഞാൻ അഥർവിൻ്റെ പെണ്ണാണ്, അവൾ പറഞ്ഞു. അവൾ ചെന്ന് കസേരയിലിരുന്നു. മേശമേൽ വെച്ച് ഡയറി എടുത്ത് അതിലെഴുതി. എൻ്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ പോവുകയാണ്. പിടിച്ചു നിൽക്കാൻ പരമാവധി ശ്രമിച്ചു. പക്ഷേ എൻ്റെ അപ്പൂരൻ എവിടെയാണ് എന്നറിയാതെ ഇങ്ങനെ നേരെ ജീവിക്കാൻ എനിക്ക് വയ്യ. ഈ യാത്ര എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്കറിയില്ല. ഒരു കാര്യം മാത്രം, ആരും എന്നെ ഓർത്ത് വേദനിക്കരുത്. മാഷിൻ്റെ ചേച്ചി പൊന്നുപോലെ നോക്കണം. ചേച്ചി ഒരിക്കലും എന്നെ ഓർത്ത് കരയരുത്. എവിടെ പോയാലും എൻ്റെ മനസ്സിലെന്നും നിങ്ങളെല്ലാവരും ഉണ്ടാകും. സ്നേഹപൂർവ്വം, നിങ്ങളുടെ മീനു. പേന ഡയറിയിൽ വെച്ച് അത് അടച്ചു വെച്ച് അവൾ കരഞ്ഞു. പിന്നെ പതിയെ എഴുന്നേറ്റു. അലമാരിയിൽ നിന്ന് ബാഗ് എടുത്ത് ശബ്ദമുണ്ടാക്കാതെ പുറത്തിറങ്ങി. മായയുടെ മുറിക്ക് മുന്നിലെത്തിയതും ഒരു നിമിഷം നിന്നു. എന്നോട് ക്ഷമിക്കണം ചേച്ചി, എനിക്ക് പറ്റാത്തത് കൊണ്ടാണ് ഞാൻ പോകുന്നത്, വിഷമത്തോടെ പറഞ്ഞ് അവൾ വാതിൽ ലക്ഷ്യമാക്കി നടന്നു. വാതിൽ തുറന്ന് പുറത്ത് കടന്ന ശേഷം അത് പഴയ പോലെ ചാരി തിരിഞ്ഞു നോക്കാതെ ബാഗും തോളിലിട്ട് ഇരുളിലേക്ക് അവൾ നടന്നു. മീന! അത് നിലവിളിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റ് ചുറ്റും നോക്കുക. താൻ ഇപ്പോഴും ആ ദ്വീപിൽ തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞു അവൻ വിഷമത്തോടെ ചുമരും ചാരിയിരുന്നു. അവർ അവിടേക്ക് വന്നു. എന്തു പറ്റി സാർ? എന്തിനാണ് നിലവിളിച്ചത്?
അവൻ തിരക്കി. ഒന്നുമില്ല, ഞാനൊരു സ്വപ്നം കണ്ടു, പെട്ടെന്നെന്തോ അവൻ പറഞ്ഞു. അമർ അവനെ നോക്കി. പിന്നെ ചെന്ന് വെള്ളമെടുത്ത് അവന് കൊടുത്തു. അവനത് കുടിച്ചു. അല്പം ആശ്വാസം തോന്നി. പിന്നെ ചുവരിച്ചാരി ഇരുന്നി. ഓരോന്നോർക്കവേ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നത് അമീർ കണ്ടു. അവൻ അഥർവിൻ്റെ അരികിൽ ചെന്നിരുന്നു. സാറെന്തിനാ കരയുന്നത്? ഇവർ സാറിനെ കൊല്ലുന്നതാണോ സ്വപ്നം കണ്ടത്? അത് കേട്ട് അവൻ പുച്ഛത്തോട് ചിരിച്ചു. അങ്ങനെ ഒരു സ്വപ്നമല്ല, ഇത് യാഥാർത്ഥ്യമായാലും ചങ്കൂറ്റത്തോടെ ഞാൻ നിന്ന് തരും. എനിക്കതിനെക്കുറിച്ച് ഓർത്ത് ഒരു ഭയമില്ല. പിന്നെ എന്താ, എൻ്റെ മീനു, അവൾക്ക് എന്തോ ആപത്ത് പറ്റിയിട്ടുണ്ടെന്ന് മനസ്സ് പറയുന്നു. അതാ ഞാൻ. അവൻ പറയുമ്പോൾ അവൻ്റെ ശബ്ദം ഇടറിയതേ അവൻ അറിഞ്ഞു. ആരെ മീനു? അവളെൻ്റെ എല്ലാമ്മ, എൻ്റെ ജീവശ്വാസം, എൻ്റെ സ്നേഹമാണ്. അത് പറഞ്ഞപ്പോൾ അവൻ്റെ കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കം അമീർ കണ്ടു. സാറ് സ്നേഹിക്കുന്ന കുട്ടിയാണ്. അവളെക്കുറിച്ച് ഓർത്ത് എനിക്കൊരു മനസ്സമാധാനവുമില്ല. ഒരാപത്തും കൂടാതെ അവൾ തിരിച്ചു വന്നെന്നറിഞ്ഞാൽ മതിയായിരുന്നു. അതർ പറഞ്ഞത് കേട്ട് അമർ മനസ്സിലാവാതെ അവനെ നോക്കി. ഒന്നും പറ്റാതെ തിരിച്ചു വരണമെന്നോ? അതിന് ആ കുട്ടിക്ക് എന്താ പറ്റിയത്? അമർ ആകാംക്ഷയോടെ ചോദിച്ചു. അതർ തളർച്ചയോടെ അവനെ നോക്കി. അറിയില്ല, എനിക്കറിയില്ല, അവൻ വിഷമത്തോടെ പറഞ്ഞു. അത് കണ്ട് അമീറിന് സങ്കടം വന്നു. സാർ എന്നെ എങ്ങനെയാണോ കാണുന്നത്? അതർ മനസ്സിലാകാതെ അവനെ നോക്കി. എന്നെ ഒരു സഹോദരനായി കാണാമോ സാറിന്? നിറകണ്ണുകളോടെ അവൻ ചോദിച്ചു. അതർ ആദ്യം ഒന്ന് ഞെട്ടി, പിന്നെ പുഞ്ചിരിച്ചു. ഞാൻ ആരെയും ശത്രുവായി കാണുന്നില്ല. സ്നേഹിക്കാൻ അറിയുന്ന ഹൃദയമുള്ളവരാരോ അവരൊക്കെ എനിക്ക് പ്രിയപ്പെട്ടവർ തന്നെയാണ്. നിൻ്റെ ഉള്ളിൽ സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു ഹൃദയം ഉണ്ടെന്ന് എനിക്കറിയാം. എങ്കിൽ എന്നോട് പറഞ്ഞൂടെ എന്താ സാറിൻ്റെ വിഷമെന്ന്? മീനുവിനോർത്ത് തന്നെയാണ് എൻ്റെ വിഷമം. അവൾക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. എന്ന് വെച്ചാൽ അവൻ നിഷേധഭാവത്തിൽ തലയാട്ടി. അവളൊരു പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടിയാണ്. കീഴാള കുടുംബത്തിൽ പിറന്നവൾ. എൻ്റെ വീട്ടുകാർക്ക് അവൾ അംഗീകരിക്കാൻ കഴിയില്ലായിരുന്നു. ഞങ്ങളുടെ ബന്ധം അറിഞ്ഞതിൻ്റെ പേരിൽ വീട്ടുകാർ ഒരുപാട് ബഹളം ഉണ്ടാക്കി. അതിൻ്റെ പേരിൽ വലിയൊരു വഴക്ക് തന്നെ ഉണ്ടാക്കിയാണ് ഞാൻ നാട്ടിൽ നിന്ന് പോന്നത്. ഞാൻ പോന്നതിന് പിന്നാലെയാണ് അവളെ കാണാനില്ല എന്ന് നാട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞത്. അവൾക്ക് എന്താ സംഭവിച്ചത്, എവിടെയാണ് പോയത് എന്നൊന്നും എനിക്കറിയില്ല. ആ വിഷമത്തിൽ കടൽ തീരത്തുകൂടി നടക്കുമ്പോഴാണ് നിങ്ങളെന്നെ തട്ടിക്കൊണ്ടുവന്നത്. അവനൊന്ന് നിശ്വസിച്ചു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞതും ശബ്ദം ഇടറിയതും അറിഞ്ഞ് അമീർ വല്ലാതായി. എൻ്റെ മീനു, എൻ്റെ എല്ലാം അവൾ എന്ത് വലിയ അപകടത്തിൽ ചെന്ന് പെട്ടിരിക്കുകയെന്ന് മനസ്സ് പറയുന്നു. അതൊക്കെ സാറിൻ്റെ പേരും തോന്നലാണ്. ആ കുട്ടിക്കൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. ധൈര്യമായിട്ടിരിക്കുക. അമീർ അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അവൻ പക്ഷേ നിഷേധഭാവത്തിൽ തലയാട്ടി. ഇല്ല അമീർ, അവൾക്കൊരു ചെറിയ അസുഖം വന്നാൽ മതി. എത്ര ദൂരത്താണെങ്കിലും എനിക്കറിയാൻ സാധിക്കും. ഞാൻ അനുഭവിച്ചറിഞ്ഞ സത്യമാണത്, അതർ പറഞ്ഞു. അമീർ വിശ്വാസം വരാതെ തിരിഞ്ഞു നടന്നു. രാവിലെ 10 മണിയോടെ മീനു ലക്ഷദ്വീപ് വാർഫിലെത്തി. അവിടെ അവളെയും കാത്ത് നജീബ് നിൽപ്പുണ്ടായിരുന്നു. സമയമായിട്ടും അവളെ കാണാതെ ടെൻഷനടിച്ച് നിൽക്കുകയായിരുന്നു അവൻ. അവളെ കണ്ടതും അവൻ ആശ്വാസമായി. എന്താ മീനു ഇത്ര വൈകിയത്? സോറി, വണ്ടി ടിക്കറ്റ് എത്തിയപ്പോഴേക്കും വൈകി. നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. അവൻ ബാഗിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് അവൾക്ക് നൽകി. ഇത് അവിടെ കൊണ്ടുപോയി കാണിക്കണം. അവൻ നജീബിനൊപ്പം ചെന്നു. സാമാന്യം വലിയൊരു ക്യൂ തന്നെ ഉണ്ടായിരുന്നു അവിടെ. പുറത്തെ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞ് അവർ നടന്നു. മീനു ശരിക്കും ആകെ പകച്ചു നിന്നു. തികച്ചും അപരിചിതരായ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്നു. അവൾ അല്പം ഭീതിയോടെ തന്നെ ചുറ്റും നോക്കി. മീനു, ഐ ഡി കാർഡില്ലേ? ഉണ്ട്. എന്നാ വാ, അവൻ പറഞ്ഞു. അവൾ അവനൊപ്പം തന്നെ നടന്നു. ടിക്കറ്റും ഐഡിയും നജീബ് കാണിക്കുന്നത് കണ്ട് മീനു അതെടുത്ത് കാണിച്ചു. ഇരുവരും അകത്തേക്ക് പ്രവേശിച്ചു. മീനു, താൻ വന്നേ. അവൾ ബാഗ് വെച്ച് ട്രോളിയും തള്ളിക്കൊണ്ട് അവൻ്റെ കൂടെ ചെന്നു. അവൾ ശരിക്കും അതിശയിച്ചു. മുന്നിൽ കടലാണ്. അതിനു ചേർന്നൊരു പാലത്തിലാണ് തങ്ങൾ നിൽക്കുന്നത്. ദൂരെയായി ഷിപ്പ് കിടക്കുന്നത് അവൾ കണ്ടു. അവൾ അത്ഭുതത്തോടെ എല്ലാം നോക്കി. ഇവിടെയാണോ ഷിപ്പ് വരുന്നത്? അല്ല, ഷിപ്പ് കിടക്കുന്നത് എറണാകുളം വാർഫില്ല. നമ്മളിവിടുന്ന് വണ്ടിയിൽ അവിടേക്ക് കൊണ്ടുപോകും. ഉച്ചയ്ക്ക് 3 മണിക്കേ ഷിപ്പ് എടുക്കുകയുള്ളൂ. അപ്പോൾ എപ്പോഴാണ് നമ്മൾ അവിടെ എത്തുക? നാളെ പുലർച്ചയോടെയൊക്കെ എത്തും, അവൻ പറഞ്ഞു. അവൾ എന്തോ ആലോചിച്ച് നിന്നു. എന്താ ആലോചിക്കുന്നത്? അവൻ്റെ ചോദ്യം കേട്ട് അവൾ ഞെട്ടിത്തിരിഞ്ഞ് അവനെ നോക്കി. ഒന്നുമില്ല. അപ്പോൾ അവർക്ക് മുന്നിൽ ഒരു വാനും ചെറിയ ബസ്സും വന്നു നിന്നു. എല്ലാവരുടെയും ലഗേജസ് അവിടെ വെച്ചിരിക്കുകയാണ്. 2 പേർ ചേർന്ന് അത് വാനിൽ കയറ്റുകയാണ്. നജീബ് ബാഗ് അവിടെ വെച്ചു. മീനു മനസ്സിലാവാതെ അവനെ നോക്കി. താൻ ഈ ബാഗും തള്ളിക്കൊണ്ട് വരണ്ട, അത് അവിടെ വെച്ചേക്കും. അവൾ അമ്പരപ്പോടെ അവനെ നോക്കി. അവിടെ വെച്ചേക്കാനാ? അപ്പോൾ ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ലേ?
അവൻ ചോദിച്ചു. അവൻ ചിരിച്ചു. മീനു, ഇതൊക്കെ അവർ തന്നെ ഷിപ്പിലെത്തിക്കും. ദേ ഈ ടാഗ് കണ്ടോ, ഇതിൽ നമ്മുടെ ക്ലാസ്സും മറ്റുമൊക്കെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് അവർ കൃത്യമായത് നമ്മുടെ ക്യാബിനിൽ എത്തിക്കും. മീന ആകെ കൺഫ്യൂസായി. ക്ലാസ്സോ? അത് കേട്ട് അവൻ ചിരിച്ചു. ക്ലാസ് എന്ന് വെച്ചാൽ നമ്മൾ ട്രെയിനിലൊക്കെ കാണുന്നില്ലേ, ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് എന്ന് കേട്ടിട്ടില്ലേ, അതുപോലെയാണ്. അവളൊന്ന് ഞെട്ടി. ദൈവമേ, അപ്പോൾ ഞാൻ ഇതിലായിരിക്കും. ട്രെയിനിലെ പോലെ എ സി കോച്ചിലൊക്കെ ആകുമ്പോൾ ഇതിൽ ഇവനും ഞാനും മാത്രമേ ഉണ്ടാവുമോ? അവൾ സംശയിച്ചു. അവളുടെ മുഖഭാവം കണ്ട് അവൻ ചിരിവന്ന്. എന്താ മീനോ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല. അപ്പോൾ നമ്മളെവിടെയാ? അവൾ സംശയത്തോടെ ചോദിച്ചു. നമ്മൾ ബങ്കറിലാണ്. അവൾ മനസ്സിലാകാതെ കണ്ണും മിഴിച്ച് അവനെ നോക്കി. അത് ഈ ട്രെയിനിലെ കോച്ച് പോലെയാണ്. സെക്കൻഡ് ക്ലാസ് തേർഡ് ക്ലാസ് ഒക്കെ ഇല്ലേ, അവിടെ നമ്മൾ മാത്രമല്ല വേറെ ആൾക്കാരുണ്ടാകും. അത് കേട്ടുന്ന അവൾക്ക് അല്പം ആശ്വാസമായി. അവൾ ബാഗ് അവിടെ വെച്ചു. പിന്നെ അവനോടൊപ്പം ബസ്സിലേക്ക് കയറി. അതിൽ വേറെയും ആളുകളുണ്ടായിരുന്നു. കുറച്ച് പേർ ടൂറിസ്റ്റുകളായിരുന്നു, 2-3 പേർ സാധാരണക്കാരായ യാത്രക്കാരും. നജീബിന് എന്തുകൊണ്ടോ വല്ലാത്തൊരു ആശ്വാസം തോന്നി. എൻ്റെ ഭാഗ്യം തന്നെ, പരിചയമുള്ള ഒരുത്തനും ഇല്ല. അത് നീങ്ങിത്തുടങ്ങി. നജീബ് മീനുവിനെ നോക്കി. അവൾ കാര്യമായി എന്തോ ആലോചനയിലായിരുന്നു. ഇവളെന്താ ഈ ആലോചിച്ചു കൂട്ടുന്നതാവോ? അവൻ ചിന്തിച്ചു. കുറച്ച് സമയത്തിന് ശേഷം എറണാകുളം വാർഫിൽ വണ്ടിയെത്തി. എല്ലാവരും വണ്ടിയിൽ നിന്നിറങ്ങി. കടലിൽ നിന്ന് ശക്തമായ കാറ്റടിച്ചു. മീനു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അതാ നമുക്ക് പോകേണ്ട ഷിപ്പ്. നജീബ് ചൂണ്ടിയിടത്തേക്ക് നോക്കിയതും കണ്ണും തള്ളി അന്തം വിട്ട് നിന്നുപോയി മീനു. 4-5 നിലയുള്ള വീട് കണക്കെ വലിയൊരു കപ്പൽ. അതിനു മുന്നിൽ നിൽക്കുമ്പോൾ ഒരു കുട്ടിക്ക് മുമ്പിൽ ഉറുമ്പ് വന്ന് നിൽക്കുന്നത് പോലെയാണ് എന്ന് തോന്നിപ്പോയി അവൾക്ക്. കഴുത്ത് മാക്സിമം ചിരിച്ച് അവൾ ആ കപ്പലാകെ ഒന്ന് ഒഴിഞ്ഞു നോക്കി. ആദ്യമായിട്ടാണ് താനൊരു കപ്പൽ കാണുന്നതും യാത്ര ചെയ്യുന്നതും. ആകെ അമ്പരന്ന് നീങ്ങാൻ പോലും ആവാത്ത അവസ്ഥയിലായിരുന്നു മീനു. നജീബ് വിളിച്ചത് കേട്ട് അവൻ ഞെട്ടി അവനെ നോക്കി. എന്താ താൻ എന്താലോചിക്കുക? വാ, എല്ലാവരും ഷിപ്പിൽ കയറി, നമുക്കും കയറാം, അവൾ പറഞ്ഞു. അവനൊന്ന് മൂളി. പിന്നെ അവൻ്റെ പിന്നാലെ നടന്നു. കപ്പലിലേക്ക് കയറാനായി വെച്ച ഏണിയിലേക്ക് കാലെടുത്ത് വെച്ചതും അവളുടെ ഉടലൊന്ന് വിറച്ചു. മുന്നിൽ നീണ്ടു പരന്നു കിടക്കുന്ന നീലസാഗരമാണ്. താൻ ഇത്രയും കാലം ഭയപ്പെട്ടിരുന്ന ഒരു മാധ്യമത്തിലൂടെയാണ് ഈ യാത്ര. അന്തർവിന് വേണ്ടി താൻ ഇല്ലാതാക്കിയ ആ ഭയം ഇനി തിരികെ വരരുതെന്ന് അവൾ പ്രാർത്ഥിച്ചു. പിന്നെ സധൈര്യം മുന്നോട്ട് നീങ്ങി. അങ്ങനെ മനോഹരമായ ഒരു യാത്രയിലൂടെ അവൾ പോവുകയാണ് അവൻ്റെ പ്രിയതമൻ്റെ ഇഷ്ടനഗരത്തിലേക്ക്. അവനെ തേടി. തുടരും.